ഇനി നമുക്ക് അതിഥിയുടെ സെഗ്മെൻ്റാണ്. ഒരു കരീബിയൻ ഉഡായിപ്പ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെ നായക നിരയിലേക്ക് എത്തുന്ന ഋഷി പ്രകാശാണല്ലേ ഇന്ന് അതിഥിയായി എത്തുന്നത്. കരീബിയൻ ഉഡായിപ്പിൽ നമ്മുടെ സാമുൽ അബിയോള റോബിൻസൺ, ആരും മറന്നിട്ടുണ്ടാകില്ല, നമ്മുടെ സുഡാനി ഫ്രം നൈജീരിയയിലെ സുഡു ഈ സിനിമയിൽ പ്രത്യേക ഒരു പ്രധാന വേഷം തന്നെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഋഷി പ്രകാശിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ മോർണിംഗ് ഷോയിൽ അതിഥി സെഗ്മെന്റിലൂടെ പരിചയപ്പെടുത്തുന്നത്. കാസർഗോഡ് സ്വദേശിയാണ് അദ്ദേഹം. ഒപ്പം തമിഴിലും അദ്ദേഹം നായക നിരയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? നമസ്കാരം. ഒരു കരീബിയൻ ഉഡായിപ്പ് എന്ന ഏറ്റവും പുതിയ മലയാളത്തിലിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രത്തിലെ നായക കഥാപാത്രം ചെയ്ത കാസർഗോഡ് നിന്നുള്ള ഋഷി പ്രകാശാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ നമ്മോടൊപ്പം അതിഥിയായി. ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ള ഒരു വരവിൻ്റെ ഞാൻ ഏകദേശം എൻ്റെ പഠനം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ട് ഒരു മേഖലയാണ്. ചെറുപ്പം മുതൽ തന്നെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ഒരു സ്വപ്നമായിരുന്നു സിനിമ നടനാകണം, സിനിമയിലൂടെ ജീവിക്കണം എന്നതൊക്കെ. അപ്പോൾ ഞാൻ ഡിഗ്രിയും MBA കഴിഞ്ഞതിന് ശേഷം ബാങ്കിങ് മേഖലയായിരുന്നു. ദുബായിലും യൂറോപ്പിലൊക്കെ ബാങ്കിങ് മേഖലയിൽ ജോലിയായിരുന്നു. ആ സമയത്തൊക്കെ അവിടെയുള്ള ഷോർട്ട് ഫിലിമുകളിലും അതുപോലെ ആഡുകളിലും മോഡലിംഗ് ഒക്കെ ആയിട്ട് അവിടെയൊക്കെ ഒരുവിധം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ട്രൈ ചെയ്യുന്നു. അതിനുശേഷം ആ ഗ്യാപ്പിൽ കിട്ടുന്ന ചില ലീവും ഒക്കെ വരുമ്പോൾ ഞാൻ കേരളത്തിലുള്ള സിനിമാ സുഹൃത്തുക്കൾക്കിടയിലൂടെ പോയി സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും അങ്ങനെയൊക്കെ തുടക്കത്തിൽ ആ രീതിയിൽ നമ്മൾ പുതിയ വഴികൾ തേടി നടക്കുമായിരുന്നു. എന്നിട്ടാണ് എനിക്ക് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മെമ്മറീസിൽ ചെറിയൊരു വേഷം, അതിലൂടെയാണ് ഞാൻ അഭിനയ രംഗത്തേക്ക് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം തുടർച്ചയായ ഒരു പരിശ്രമമായിരുന്നു. അതിന് ഏകദേശം ഇതുവരെ ഞാൻ ഈ കരീബിയൻ ഉഡായിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം 8-ലധികം മലയാള പടങ്ങൾ ചെയ്തു കഴിഞ്ഞു. പക്ഷേ വലിയ പടങ്ങളല്ല, ചെറിയ പടങ്ങൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ എൻ്റെ വേഷം വളരെ ചെറുതായി. വലിയ വേഷങ്ങൾ ചെയ്തപ്പോൾ പടങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഇങ്ങനെ തുടർച്ചയായ ഒരു പരിശ്രമമായിരുന്നു ഇതുവരെ ഉണ്ടായത്. ഇതിൻ്റെ ഗ്യാപ്പിലാണ് ശരിക്കും ഞാൻ കഴിഞ്ഞ കല്യാണിസം എന്നൊരു പടം ചെയ്തതിന് ശേഷമാണ് എനിക്ക് തമിഴിലൊരു ഓഫർ വരുന്നത്. ഈ തമിഴിൽ ഓഫർ വന്നതിന് ശേഷം ഞാൻ ചെന്നൈയിലോട്ട് താമസം മാറുകയും തമിഴിൽ മലയാളത്തിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി എനിക്ക് ആക്സെപ്റ്റബിൾ ആണെന്നും തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ ചെന്നൈയിൽ സ്റ്റേ ചെയ്ത് ഇപ്പോൾ ചെന്നൈയിൽ മലയാളത്തിനേക്കാൾ കൂടുതൽ ഇപ്പോൾ 2 നായകനായിട്ട് 2 പ്രൊജക്റ്റുകളാണ് തമിഴിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഞാൻ ക്യാരക്ടർ റോൾ വലിയ ബിഗ് ബാനേഴ്സിൻ്റെ പടങ്ങൾ തന്നെ ക്യാരക്ടർ റോളും കൂടി ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് എനിക്ക് അവിടെ തമിഴിൽ വർക്ക് ചെയ്ത ഒരു ടെക്നീഷ്യൻ ത്രൂ, അതായത് ആരതി ഷാജി എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് ഡയറക്ടർ ത്രൂ ആണ് ഞാൻ ഒരു കരീബിയൻ ഉഡായിപ്പിൽ ഒരു വേഷം ചെയ്യാനുണ്ടെന്ന് ആദ്യം വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഡിസ്കഷനിൽ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ പടത്തിലെ നായക വേഷത്തിനാണ് എന്നെ വിളിക്കുന്നതെന്ന്. അതിൻ്റെ ഹൈലൈറ്റായി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ മെഗാ ഹിറ്റായ സുഡാനി ഫ്രം നൈജീരിയയിലെ സാമുലാണ് അതിൽ ഗസ്റ്റ് റോൾ വരുന്നതെന്നും സാമുലിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പടമാണെന്നൊക്കെ പിന്നീടാണ് അതിൻ്റെ സ്റ്റോറിയും സ്ക്രിപ്റ്റിലോട്ട് നമ്മൾ കയറിയ ശേഷമാണ് അത് മനസ്സിലാവുന്നത്. ഋഷി ഇപ്പം സാമുവിൻ്റെ കാര്യം പറഞ്ഞു, മലയാളികളുടെ സ്വന്തം സുഡാനി. അപ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരുമിച്ചുള്ള ഒരു അഭിനയത്തിൻ്റെ ആ നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു? കാലിക്കറ്റിലും അതുപോലെ കോയമ്പത്തൂരിലുള്ള ഒരു ക്യാമ്പസിലായിരുന്നു ഷൂട്ട്. അപ്പോൾ സാമൽ വന്ന് ജോയിൻ ചെയ്യുന്നത് കോയമ്പത്തൂരിലുള്ള ഒരു ക്യാമ്പസിലാണ്. അപ്പോൾ സാമൽ ജോയിൻ ചെയ്തതിന് ശേഷം ആൾക്കാരിങ്ങനെ, അതായത് സ്റ്റുഡൻസൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി വരികയാണ് സാമുലിനെ കാണാൻ വേണ്ടിയിട്ട്. കാരണം സാമുലിനെ വേറെ എവിടെയും കാണാൻ പറ്റില്ല. കഴിഞ്ഞ സുഡാനി ഫ്രം നൈജീരിയ എന്ന പടം കഴിഞ്ഞതിന് ശേഷം സാമുൽ തിരിച്ചു പോയാൽ പിന്നെയും വരുന്നത് നമ്മുടെ ലൊക്കേഷനിലാണ്. അതുകൊണ്ട് തന്നെ ലൊക്കേഷനിൽ മാത്രമേ, രാവിലെ ലൊക്കേഷൻ ഷൂട്ട് തുടങ്ങിയാൽ മാത്രമേ സാമുലിനെ കാണാൻ പറ്റൂ, സാമുലിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റൂ. സ്റ്റോറിയിൽ സാമുലിനൊരു വില്ലൻ കഥാപാത്രം ചെയ്യുന്നതാണെങ്കിലും സാമുലാണ് ഈ പടത്തിൻ്റെ ത്രൂ ഔട്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകതയും. ഇപ്പോൾ സിനിമ ഇറങ്ങി അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെന്നൊരു പരാതിയുണ്ട്. എന്തോ ഡിസ്ട്രിബ്യൂഷനിൽ എന്തോ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഇനി റിലീസിങ്ങിന് ഒരുങ്ങുന്നു എന്നൊരു വാർത്തയുണ്ട്. എങ്ങനെയാണ് അതിനെപ്പറ്റി? റിലീസ് നമ്മുടെ പ്രൊഡ്യൂസർ പ്ലാൻ ചെയ്ത പോലെ റിലീസ് അത്രയും സ്വീകാര്യമായിരുന്നില്ല. ശരിക്കും തിയേറ്റർ ലിസ്റ്റുകളൊക്കെ നമുക്ക് ഏകദേശം ഒരാഴ്ച മുമ്പ് തിയേറ്റർ ലിസ്റ്റ് കിട്ടേണ്ട ഒരു സ്ഥിതിയാണെങ്കിലും
നമുക്ക് പടം റിലീസാകുന്ന തലേന്നാണ് തിയേറ്റർ ലിസ്റ്റ് കിട്ടുന്നത്. നമ്മൾ പ്രതീക്ഷ അത്രയും തിയേറ്റർ നമുക്ക് കിട്ടാതെ ആവുന്നത്. അതുപോലെ വാൾ പോസ്റ്ററുകൾ മാക്സിമം റീച്ച് ആവാത്തത്. അതുപോലെ ഈ പടം കാണാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രേക്ഷകന് തിയേറ്ററിൽ പോയപ്പം പടം ഇല്ലാതെ ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ടാണ് പടം റിലീസായിട്ട് 2-3 ദിവസം കൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാ കോളിൽ നിന്ന് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, അതിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് സാമുവലാണ്. സാമുവലിൻ്റെ നാട്ടിലിരുന്ന് സാമുവൽ ട്വിറ്റർ അക്കൗണ്ടിൽ ആദ്യമായിട്ട് സാമുവലാണ് റെസ്പോണ്ട് ചെയ്തത്. എൻ്റെ പ്രേക്ഷകർ, എൻ്റെ ഫാൻസ് തിയേറ്ററിൽ പോയി പടം കാണാൻ നോക്കുമ്പോൾ അവിടെ പടമില്ല. ഇത് വളരെ ദുഃഖകരമായ ഒരു വിഷയമായിട്ടാണ് അന്ന് സാമുവൽ റിപ്പോർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ മീഡിയാസുകളായ BBC-യിലും അതുപോലെ അൽ ജസീലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇങ്ങനെ തിയേറ്ററുകളില്ല, മാക്സിമം തിയേറ്ററിലില്ല, ഡിസ്ട്രിബ്യൂഷനിൽ പാളിച്ചകൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് സാമുവൽ ആദ്യത്തെ റിപ്പോർട്ട് അന്ന് തന്നെ നമ്മളെ പ്രൊഡ്യൂസർ രതീഷ് സാറ് എറണാകുളത്ത് പ്രസ് കോൺഫറൻസ് വെച്ചിട്ട് അത് എല്ലാ മീഡിയകളോട് പറഞ്ഞ് ഈ പടം റിലീസ് ചെയ്ത് പോവാണ്. കാരണം പ്രേക്ഷകരിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ ഒരു പടം തന്നെയാണ്. പടം വിജയിക്കാൻ സാധ്യതയുണ്ട്. പടം ആരും ഒരു മോശമായ അഭിപ്രായം പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുപോലെ സാമുവലിൻ്റെ പ്രസൻസും കൂടി ഉള്ളതുകൊണ്ട് ശരിക്കും നല്ലൊരു ഇനീഷ്യൽ പുള്ളിയും കൂടി നമുക്ക് കിട്ടിയതാണ്. പക്ഷേ ജനങ്ങൾ കയറുന്ന, നമ്മുടെ പ്രേക്ഷകർ കയറുന്ന തിയേറ്ററുകളിൽ പടമില്ല, സമയത്ത് നല്ല സമയങ്ങളിൽ പടമില്ല എന്നൊരു കാരണം കൊണ്ടാണ് പടം റിലീസ് ചെയ്യുക. കാരണം എല്ലാ കോളിലും നല്ല പടത്തിന് നല്ല റിവ്യൂസ് കിട്ടിയതുകൊണ്ട് നമുക്ക് റിലീസ് ചെയ്താൽ അതിന് കൂടുതൽ മൈലേജ് ഉണ്ടാവും ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 2 സിനിമകൾ തമിഴിൽ റിലീസിന് ഒരുങ്ങുന്നു എന്ന് പറഞ്ഞു. എന്താ സിനിമയുടെ വിശേഷം? ശശികുമാർ സാറിൻ്റെ കൂടെയാണ് ഒന്ന്, മറ്റൊന്ന് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നു. എന്താണ് ആ സിനിമയുടെ വിശേഷങ്ങൾ? ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു പടമാണ് ഇപ്പം ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞുള്ള തമിഴ് പടം, ഒരു കൊമ്പ് വെച്ച സിംഗം എന്നാണ്. അത് SR പ്രഭാകർ സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ശശികുമാർ സാർ നായകനാണ്. സുന്ദരൻ പാണ്ഡ്യ എന്നൊരു മെഗാ ഹിറ്റ് പടത്തിന് ശേഷം SR പ്രഭാകരൻ സാറും ശശികുമാറും ഒന്നിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്, വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പടം തുടങ്ങുന്നത് തന്നെ എൻ്റെ ആ ക്യാരക്ടറിലൂടെയും പടം അവസാനിക്കുന്നത് എൻ്റെ ആ ക്യാരക്ടറിലൂടെയാണ്. പടം ഏപ്രിൽ 14 റിലീസ് ഡേറ്റ്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലൊക്കെ ഒരു വൈഡ് റിലീസ് ഉണ്ടാകും. അത് വൻ പ്രതീക്ഷയിലൂടെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞിരിക്കുന്ന എൻ്റെ ഹീറോ പ്രൊജക്റ്റുണ്ട് തമിഴിൽ, കന്ത്രി എന്നാണ് പേര്. അത് ലോറൻസിൻ്റെ തായ്മാമ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടം കൂടിയാണ്. അതിൽ നായികയായിട്ട് അതിഥി മേനോൻ, അതുപോലെ മീര കൃഷ്ണൻ, നെല്ലൈ ശിവ, അപ്പുക്കുട്ടി, ഇങ്ങനെ തമിഴിലെ വമ്പൻ വലിയ ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ തമിഴിൽ കൂടുതൽ വേഷങ്ങൾ ചെയ്യുന്നു. വലിയൊരു തമിഴ് സിനിമ കാരണമാണ് ഈ ഒരു കരീബിയൻ ഉഡായിപ്പിന് വേണ്ടത്ര തിയേറ്ററുകൾ കിട്ടാത്തതെന്നൊരു ആക്ഷേപമുണ്ട്. അപ്പോൾ ഈ തമിഴ് സിനിമകൾ മലയാളത്തിൽ കൂടുതൽ അല്ലെങ്കിൽ കേരളത്തിൽ കൂടുതൽ റിലീസ് ചെയ്യുന്നത് എങ്ങനെ നമ്മുടെ മലയാള സിനിമകളെ ബാധിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്? ഇപ്പോൾ ഞാൻ ചെന്നൈയിലാണ് താമസം. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ അന്യഭാഷ സിനിമകൾ, അത് ഹിന്ദി സിനിമകളാണെങ്കിലും മലയാളം, തെലുങ്ക്, ഏത് സിനിമകളാണെങ്കിലും അത് വരുന്ന കുറച്ച് ലിമിറ്റഡ് തിയേറ്ററിൽ മാത്രമേ വരുള്ളൂ. ഒരിക്കലും തമിഴ് സിനിമകൾ റിലീസ് ചെയ്യുന്ന രീതിയിൽ തമിഴ്നാട്ടിൽ മറ്റ് അന്യഭാഷ സിനിമകൾ റിലീസ് ചെയ്യാറില്ല. നമ്മൾ അന്യഭാഷ സിനിമകൾ കാണണമെങ്കിൽ ഒരു പ്രത്യേക തിയേറ്ററുകളുണ്ട്. നമ്മൾ സിറ്റിയിൽ തന്നെ ആണെങ്കിലും 5-8 തിയേറ്ററുകളുണ്ട്. ആ തിയേറ്ററിൽ പോയാലേ മറ്റു ഭാഷകളുടെ സിനിമ കാണാൻ പറ്റും. പക്ഷേ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അതല്ല. മലയാളത്തിൽ നമ്മൾ കാണുന്നത് മലയാള സിനിമകളിൽ വളരെ ചുരുക്കം തിയേറ്ററിൽ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ അന്യഭാഷ സിനിമകൾ എല്ലാ തിയേറ്ററിലും വരുന്നുണ്ട്. ഈ കാസർഗോഡ് നിന്നാണ് മലയാള സിനിമയിലേക്ക് വരുന്നത്. കാസർഗോഡ് നിന്ന് മലയാള സിനിമയിലധികം നായികമാരോ ഇല്ല, പ്രത്യേകിച്ച് ഗോഡ് ഫാദർമാരുമില്ല. ഗോഡ് ഫാദർമാരില്ലാതെ എങ്ങനെയാണ് സിനിമയിലേക്കുള്ള വരവ്? അത് ഏത് മേഖലയിലാണെങ്കിലും നമ്മൾക്ക് പറയാനൊരു അഡ്രസ്സ് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ ഒരു പുതിയൊരു ക്യാമ്പസിൽ പോകുമ്പോൾ പോലും ഞങ്ങൾ വലിയ സിറ്റിയിൽ വരുന്നവനും ഒരു ശ്രദ്ധിക്കപ്പെടാത്തൊരു ഗ്രാമത്തിൽ വരുന്നവനും വ്യത്യസ്തമായ സ്വീകരണം തന്നെയാണ് ഏത് വേദിയിൽ പോയാലും കിട്ടുന്നത്. പക്ഷെ ഞാനതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഞാൻ തമിഴിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മലയാളി ആർട്ടിസ്റ്റാണ്, ഞാൻ കേരള ആർട്ടിസ്റ്റാണ്. അതായത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു മേഖല മലയാളികൾക്കാണ്, മലയാള ആർട്ടിസ്റ്റാണ്. അപ്പോൾ തമിഴിൽ പോയാൽ എന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ മലയാളി ആർട്ടിസ്റ്റാണ്. പക്ഷേ കൊച്ചിയിൽ സിനിമാ മേഖലയിൽ പോയാൽ പറയാൻ പ്രത്യേകിച്ചൊരു അഡ്രസ്സില്ല. നമ്മൾ കാസർഗോഡ് നിന്ന് ഒരാൾ വരുന്നു, പ്രത്യേകിച്ചൊരു അഡ്രസ്സില്ല. നമ്മൾ ഡെഫിനറ്റ്ലി നല്ല കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ മറ്റു വമ്പൻ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കിട്ടുന്ന സ്വീകാര്യത തുടക്കത്തിൽ നമ്മൾ കിട്ടുന്നില്ല. പക്ഷേ പൊതുവെ നമ്മൾ അവരോട് ഉണ്ടാകുന്ന ഒരു പഴകിയതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ മേഖലയിലുള്ള പോലെ തന്നെ സിനിമയിലും, അല്ലെങ്കിൽ ഒരു സിനിമയിൽ കയറിപ്പറ്റാൻ നമുക്ക് ആദ്യം
അതിൻ്റെ ഡയറക്ടറെയും പ്രൊഡ്യൂസറെയും സ്വാധീനിക്കാതെ തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബിഹേവ് ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി അങ്ങനെ ഏതെങ്കിലും പേഴ്സണൽ ക്വാളിറ്റിയിലൂടെ മാത്രമേ നമുക്ക് സ്വാധീനിച്ച് ഒരു പടത്തിൽ കയറുക എന്നതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ടഫസ്റ്റ് സാധ്യത. അതുകൊണ്ടായിരിക്കാം ഞാൻ ഒരുപാട് സമയമെടുത്തെന്ന് വിചാരിക്കുക. ചിലപ്പം ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ഫുൾ ടൈമായിട്ട് ഞാൻ 3 വർഷക്കാലം ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഏകദേശം ഒരു 5-6 വർഷമായിട്ട് ഞാൻ ഒരു വഴി കണ്ടെത്താൻ വേണ്ടി തന്നെ ഏകദേശം ആദ്യം തുടക്കത്തിൽ ബോംബെ മിഠായി, റേഡിയോ അങ്ങനെയുള്ള ചെറിയ ചെറിയ സിനിമകളിലൊക്കെ ഞാൻ എൻ്റെ സുഹൃത്തുണ്ട്, ഇവിടുത്തെ കാസർഗോഡിലെ സുഹൃത്ത് നിസാം റാവുത്ത് എന്ന റൈറ്ററുണ്ട്. അപ്പോൾ റൈറ്റർ ത്രൂ ഞാൻ ആദ്യം ലൊക്കേഷനിൽ പോവുകയാണ്. ആദ്യം എറണാകുളത്തിലെ ലൊക്കേഷനിൽ ഈ നിസാം റാവുത്തറാണ് എന്നെ കൊണ്ടുപോകുന്നത്. അത് ബോംബെ മിഠായി എന്ന് ഡിംപിൾ കബാഡിയ, അമർ സിംഗ് ഒക്കെ വന്ന് അഭിനയിച്ച ഉമ്മർ കരിക്കാട് സംവിധാനം ചെയ്ത പടമാണ്. അത് റിലീസായിട്ടില്ല. ആ പടത്തിൻ്റെ ലൊക്കേഷനിലാണ് ആദ്യമായിട്ട് ഈ സ്ക്രിപ്റ്റ് റൈറ്റർ നിസാം റാവുത്തർ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ നിന്നുണ്ടായ സൗഹൃദം അതങ്ങനെ പുതിയ വഴികൾ കണ്ടെത്തി. ഇങ്ങനെ ആദ്യം സിനിമ പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായി. എന്നിട്ടാണ് ഞാൻ അഭിനയ മേഖലയിലോട്ട് വരുന്നത്. എന്നിട്ടാണ് ഞാൻ ചെന്നൈയിലോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു നമുക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ടും ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടും ഒരാളെ സ്വാധീനിക്കാൻ സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ അതിന് ഒരുപാട് ആഡഡ് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം പുറത്തിറങ്ങിയ സിനിമ കരീബിയൻ ഉഡായിപ്പ്. കരീബിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാമുവൽ, ബാക്കി വരുന്നത് ഉഡായിപ്പാണ്. ഋഷിയുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് കിട്ടിയതാണോ ഉഡായിപ്പ് എന്നുള്ള? ആദ്യ സിനിമയിൽ തന്നെ ഉഡായിപ്പ് എന്ന പേരൊന്ന് അല്ല, കരീബിയൻ ഉഡായിപ്പ് എന്നൊരു പേര് തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റും പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഇന്ന് മലയാള സിനിമയിലെല്ലാം വളരെ കാഷ്വലായ പേരുകളാണ്. അപ്പം കരീബിയൻ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് സാമുവലിൻ്റെ പ്രസൻസാണ്. അതുപോലെ ഇതിൽ ഞാൻ ഉഡായിപ്പ് എന്ന്, എൻ്റെ ക്യാരക്ടർ ഉഡായിപ്പ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം മൊത്തത്തിലൊരു ഉഡായിപ്പ് പശ്ചാത്തലമുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുന്നത് സാമുവലാണ്. ഈ സാമുവലിൻ്റെ ചില ഉഡായിപ്പ് കാരണമാണ് ഞാൻ കെവിൻ എന്നൊരു പാട്ടുകാരൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇത് രണ്ട് പാട്ടുകളുടെ ബാൻഡുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അതിൽ ആ ക്യാമ്പസിൽ തിളങ്ങി നിൽക്കുന്ന ഒരു പാട്ടുകാരനാണ് കെവിൻ. അപ്പോൾ കെവിന് നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ഈ സാമുവൽ ഉണ്ടാക്കുന്നത്, അതായത് ടിക് ടാക്ക് എന്നാണ് സാമുവലിൻ്റെ ആ ക്യാരക്ടറിൻ്റെ പേര്, ഒരു വില്ലൻ ക്യാരക്ടർ. സാമുവൽ ഉണ്ടാക്കുന്ന ഓരോ ഉഡായിപ്പുകളാണ് മറ്റ് സാമുവലിൻ്റെ ടീമിലോ സാമുവലിൻ്റെ ക്ലാസ്മേറ്റ്സിനോ ഫ്രണ്ട്സിനോ ഒന്നും അറിയാതെ വളരെ രഹസ്യമായിട്ടുണ്ടാക്കുന്ന ഉഡായിപ്പുകളാണ് ഈ മൊത്തം ഈ സിനിമയുടെ മറ്റ് ഇൻസിഡൻസും സീനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പുള്ളിയുടെ ഒരു ഉഡായിപ്പ് പരിപാടി തന്നെയാണ്. അവസാനമായി നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? ഇത് സാമുവലിൻ്റെ 2ാമത്തെ പടമാണ്. ഞാനിതിൽ നായകവേഷം ചെയ്യുകയാണെങ്കിൽ തന്നെ സാമുവലിന് ഏറ്റവും കൂടുതൽ പ്രത്യേകത ഉള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. സാമുവൽ മാത്രമല്ല, ഈ പടത്തിൽ വിഷ്ണു ഗോവിന്ദ്, മറീന മൈക്കിൾ, സീറ്റ് രവിചേട്ടൻ, കൊച്ചുപ്രാമേട്ടൻ, ദേവൻ ചേട്ടൻ, ഇങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകളുണ്ട്. നിരവധി ന്യൂ ജനറേഷൻ ആർട്ടിസ്റ്റുകളുണ്ട്. പക്ക ഫുൾ ടൈം ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അതുപോലെ ഇതിലെ സോങ്ങുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട സോങ്ങുകളാണ്. ഇതിൽ വിജയ് യേശുദാസ്, വിനീത് ശ്രീനിവാസൻ, ചിത്ര ചേച്ചി ഇവരൊക്കെ പാടുന്ന കിടിലൻ സോങ്ങുകളുണ്ട്. അപ്പം പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. പടം കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ഫീൽ ഉണ്ടാകുന്ന പടം തന്നെയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണണം, വിജയിക്കണം. ചെറിയ പടമാണ്, വിജയിപ്പിച്ച ചരിത്രമുള്ള ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. എല്ലാവരും പുതുമുഖങ്ങൾക്ക് സ്വീകാര്യതയുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന്. അതുപോലെ ഈ പടവും വിജയിപ്പിച്ച് തരണം. എല്ലാവരും പോയി തിയേറ്ററിൽ കണ്ട് വിജയിപ്പിച്ച് തരണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. മലയാളത്തിലെ പുതുമുഖ നടനാണ് നമ്മോടൊപ്പം ഇന്ന് മോർണിംഗ് ഷോയിൽ വിശേഷങ്ങൾ പങ്കുവച്ചത്. വളരെ നന്ദി മോർണിംഗ് ഷോയിൽ അതിഥിയായി. താങ്ക് യു.